എന്താണ് ഈ നോർമൽ ഗ്ലാസും ടഫൻ ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോർമൽ ഗ്ലാസിനെക്കാട്ടി മെയിനായിട്ട് 5 times സ്ട്രോങ് ആണ് ടഫൻ ഗ്ലാസ്. 5 ഇരട്ടി സ്ട്രോങ് ആയിരിക്കും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഹാർഡായിട്ട് ബീറ്റ് ചെയ്താലും അന്ന് ഹാർഡ്നെസ് കൊണ്ടാലും പൊട്ടില്ല. തിക്നെസ് കൂടി നമുക്ക് ചില ഫ്ലോറിലൊക്കെ ചവിട്ടിയാലും പൊട്ടാത്ത ഗ്ലാസ് ആണ് ടഫൻ. അതായത് നമ്മൾ ഫ്ലോറിലൊക്കെ കൊടുക്കുമ്പോൾ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത് ഇതേപോലുള്ള ടഫൻ ഗ്ലാസ് ആയിരിക്കും അല്ലേ? ഏതൊക്കെ തിക്നെസ്സിൽ നമുക്ക് ടഫൻ ചെയ്യാൻ പറ്റും? എല്ലാ തിക്നെസ്സിലും നമുക്ക് ടഫൻ ചെയ്യാൻ പറ്റും. ഈ ടഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ നോർമൽ ഗ്ലാസ് ഒരു 700 ഡിഗ്രിയിലിട്ട് ഹീറ്റ് ചെയ്യിക്കും നമ്മ. ചൂടാക്കും എന്ന് വെച്ചാൽ അപ്പൊ നോർമൽ ഗ്ലാസിനെക്കാട്ടിയ സ്ട്രെങ്ത് കൂടും. ഗ്ലാസിന്റെ സ്ട്രെങ്ത് കൂടും. അത് നേരെ നമ്മ പെട്ടെന്ന് കൂളാക്കും, സഡനായിട്ട് കൂളാക്കും. ആ ഒരു പ്രോസസ്സാണ് മെയിൻലി ടഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ആ ഒരു പ്രോസസ് ചെയ്യുന്നതോടെ ഈ ഗ്ലാസിന്റെ ബിഹേവിയർ മാറും. എന്ന് വെച്ചാൽ ഭയങ്കര ടഫാവും. ഒന്ന് പിടിക്കാൻ തരുമോ? അപ്പൊ ഈ ഗ്ലാസസ് ഇത് ടഫൺ ആയിട്ട് ഇത് എത്ര തിക്നെസ് വരുന്ന ഗ്ലാസ്? 6 mm വരുന്നത്. ഇതിന്റെ അടുത്ത സൈസ് എത്ര വരുന്നത്? 8 എണ്ണോ 10 അങ്ങനെയാണ്. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹാർഡ്നെസ് ഇത് ഫീൽ ചെയ്യും. ഇതേപോലുള്ള ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു 13 feet ഒക്കെ വരുന്ന വലിയ കർട്ടൻ വാൾ ചെയ്തിട്ടുള്ളത് അല്ലേ? വേറെ ഏതൊക്കെ ടൈപ്പ് ഗ്ലാസസ് നമുക്കുണ്ട്? പിന്നെ നമുക്ക് ലാക്കർ ഗ്ലാസ് ഉണ്ട്, കളർ ഗ്ലാസ്. കാണിക്കാം. തീർച്ചയായിട്ടും. നമ്മളെ മോഡുലാർ കിച്ചൺസിന്റെ കബോർഡ്സിന്റെ മുകളിലൊക്കെ ചെയ്യുന്നത് ഇതേപോലത്തെ ഗ്ലാസ് ആണല്ലേ? ഇത് എത്ര തിക്നെസ്സിൽ വരുന്ന ഗ്ലാസ്? 4 mm തിക്നെസ്സിലാണ്. 4, 6, 8 അങ്ങനത്തെ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഗ്ലാസ് മെയിൻ ആയിട്ട് അവൈലബിൾ ആവുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലാവോ ഈ ഒരു കളർ ഇതേപോലെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ വൈറ്റ് തന്നെയാണെങ്കിലും പല കളേഴ്സ് ഇടുന്നുണ്ട്. എക്സ്ട്രാ വൈറ്റും അൾട്രാ വൈറ്റും എന്ന് വെച്ചാൽ ഓഫ് വൈറ്റും. 2 ടൈപ്പില് നമുക്കിപ്പോ നമ്മുടെ ഇന്റീരിയറിനോട് മാച്ച് ആവുന്ന തരത്തില് നമുക്കത് യൂസ് ചെയ്യാം. ഏകദേശം എത്ര ടൈപ്പ് കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ? 26 കളേഴ്സുകൾ അല്ലേ? റെഡ് ആയാലും തന്നെ 2 റെഡ് ഉണ്ട്. ഫ്ലെയിം റെഡിൽ തന്നെ പല കളേഴ്സും നമുക്ക് കസ്റ്റമർ ചോയ്സ് നമുക്ക്. ഒപ്പേറ റെഡും ഫ്ലെയിം റെഡും അല്ലേ? ഓക്കെ. പർപ്പിള് നല്ല ഭംഗിയുള്ള കളർ അല്ലേ? ഇത് നമ്മളിപ്പം നമ്മുടെ കബോർഡ് അടിച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഗമ്മ് വെച്ച് ഒട്ടിക്കുകയാണോ? സിലിക്കോൺ യൂസ് ചെയ്ത് സിലിക്കോൺ നമ്മൾ യൂസ് ചെയ്യണത്. അതാണ് ഇപ്പം ഈ ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ സിലിക്കോൺ അതാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഏത് ടൈപ്പ് ഗ്ലാസ് ഉള്ളത്? നമ്മൾ പിന്നെ മിറേഴ്സ് തന്നെ പലൊരു കളേഴ്സ് എന്ന് വെച്ചാൽ ബ്രൗൺസ് മിറർ ഉണ്ട്. സാധാ നോർമൽ പ്ലെയിൻ മിററേക്കാട്ടി ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. നോർമൽ മിറർ അല്ല, ഇത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. ബ്രൗൺ ഷെയ്ഡ് മിറർ കൂടി ഭംഗിയായിരിക്കും എലവേഷനിൽ കാണാൻ വേണ്ടിട്ടല്ലേ? അതെ. പിന്നെ വേറെ ആന്റിക് മിറേഴ്സ് എന്ന് വെച്ചാൽ ഒരു ആന്റിക് ഫീൽ നൽകാനായിട്ട് മിറേഴ്സിൽ തന്നെ. ഓക്കെ. നമുക്കത് എലവേഷൻ എക്സ്റ്റീരിയർ പോർഷനിൽ കൊടുക്കാനായിരിക്കും ഇത് യൂസ് ചെയ്യാം അല്ലേ? വെറൈറ്റി മിറേഴ്സ് ആണ് ഇത് 3 അല്ലേ? ഒരു ആന്റിക് ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് കൊടുക്കുന്നത്. വേറെ എന്താ ടൈപ്പ് ഉള്ളത്? പിന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്ലൂട്ടഡ് ഗ്ലാസ്. ഈ ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫ്ലൂട്ടഡ് എന്ന് വിളിക്കും. ഈ ഫ്ലൂട്ടഡ് ലൈൻസിന് എത്രയൊക്കെ തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ? 5 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. ഫൈസ് ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഇത് കൂടുതലായിട്ടും ഈ കിച്ചണിന്റെ ഏരിയയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില ഡോസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സൈഡിലൊക്കെ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഇന്ന് എൻ്റെ കൂടെ വീഡിയോയിലുള്ള വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ സുഹൃത്താണ് ഫൈസ്. ഫൈസ് ഗ്ലാസിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഫൈസ്, സുഖാണോ? പിന്നെ സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ഗ്ലാസിന്റെ ബിസിനസ്സിലേക്ക് ഇത്ര ചെറുപ്പത്തിലെ തന്നെ എത്തിപ്പെട്ടത്? എന്ന് വെച്ചാൽ ഫാദറിന്റെ ബേസിലാണ്. എന്റെ ഫാദറിന് വെച്ചൊരു 18 വർഷം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഗ്ലാസിന്റെ ഫീൽഡിൽ തന്നെ. ഞാനിപ്പോ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് 2 വർഷമായി. പിന്നെ ഫാദറിന്റെ സപ്പോർട്ടിലൂടെയാണ് നമ്മ എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് എന്തായാലും ഈ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങാനുള്ള ഉദ്ദേശമാണ്. ഇദ്ദേഹത്തിന്റെ ഫാദറിനെ എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തൊക്കെ പരിചയപ്പെടുന്നത്. അപ്പം ഗ്ലാസിൻ്റെ വർക്കുകൾ ഇവർ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. ഒത്തിരി വർക്കുകൾ ഇവരുടേതായിട്ടുണ്ട്. ഈ ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കർട്ടൻ വാൾ ആയാലും 13 അടി ഗ്ലാസ് ഉണ്ട്. 13 അടി ഹൈറ്റ് വരുന്നുണ്ട് അല്ലേ? 13 അടി എന്ന് പറഞ്ഞാൽ ഏകദേശം 3.9 മീറ്റർ ഹൈറ്റും എത്ര അടി വിടുത്ത് വരുന്നുണ്ട് അതിന്? 7 feet വരുന്നുണ്ട്. 7 feet എന്ന് പറയുമ്പോൾ ഏകദേശം 2.1 മീറ്ററിന് അടുത്ത് വരും. ശരിക്കും നമുക്ക് മാക്സിമം എത്ര സൈസ് വരെയുള്ള ഗ്ലാസുകൾ ഇതേപോലെ ഒരൊറ്റ ഗ്ലാസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും? 14 feet by 10 feet നമുക്ക്. അതായത് 14 അടി വേണമെങ്കിൽ 10 അടി വീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഓഹോ. പക്ഷെ അത് കയറ്റി വെക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ പിന്നെ ഈസിയാണ്. അതെന്ന് പറയുമ്പോൾ ഇൻസ്റ്റാളേഷനെ കുറിച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ ഓൾസോ ഒരു ഇഷ്യൂ ആണ്.
ഇത് നമ്മുടെ വേറൊരു സൈറ്റ് ആണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത് സ്റ്റെയർ കേസ് ആണ്. കർവ്ഡ് ആയിട്ട് വന്ന ഒരു സ്റ്റെയർ കർവ്ഡ് ആയിട്ടുള്ള ടഫൻ ചെയ്തിട്ടല്ല, ചെറിയൊരു കർവ്ഡ് ആണ് നമുക്ക് ടഫൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിപ്പോ വലിയൊരു കർവ്ഡ് പോർഷൻ ആയതുകൊണ്ട് അതുകൊണ്ട് ടഫൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നോർമൽ ഗ്ലാസ് ആണ്. 12 തിക്നെസ് വരുന്ന ഗ്ലാസ് ആണ് നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്ത്. മെയിൻ ആയിട്ട് ടഫൻ ചെയ്യാനായാലും സ്റ്റെയറിനായാലും 12 ആണ് ഏറ്റവും നല്ലത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഇതിന്റെ ഒരു സ്പൈറൽ ഷേപ്പ് നമ്മൾ എങ്ങനെ ഇത് മെഷർ ചെയ്തെടുക്കുന്നത്? നമ്മൾ ഇത് മെഷർ ചെയ്യാൻ മെയിൻ ആയിട്ട് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് 10 mm റാഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ആദ്യം ഫസ്റ്റ് സെറ്റ് ചെയ്യും. ഇവിടെ തന്നെ അതായത് ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 mm റാഡ് എന്നിട്ട് അത് കൊണ്ടുപോയിട്ടാണോ? അത് കൊണ്ടുപോയി ഇത് അതേപോലെ ഈ ഗ്യാപ്പ് വരെ നമ്മൊരു ഷീറ്റ് പോലെ കിട്ടും. അതാകുമ്പോ കുറച്ചും കൂടി അതാണ് ഏറ്റവും എളുപ്പം നമുക്ക്. അതാകുമ്പോൾ നമുക്ക് എന്നിട്ട് ഇവിടുന്ന് ഈ മെഷർമെന്റ് നമ്മ ആ ഷീറ്റിൽ എടുത്തതിന് ശേഷം ആ ഷീറ്റ് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് നേരെ നമ്മ ബെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ബാക്കി പ്രോസസ്സൊക്കെ ഫിക്സ് ചെയ്യാൻ. ഇതിപ്പോ ഒരു പൂൾ ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഒരുപാട് ഗ്ലാസിന്റെ കർട്ടൻ വാൾസ് ആയാലും വിൻഡോസ് ആയാലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എക്സ്റ്റീരിയർ സൈഡ് നമ്മുടെ വീടിനകത്തേക്ക് ഒരു പ്രൈവസി കിട്ടേണ്ട ഒരു ഭാഗമൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? ഇതിപ്പോ മെയിൻ ആയിട്ട് വാൾ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 10 mm തിക്നെസ് ഉള്ള ഗ്ലാസ് ആണ്. ഇത് മെയിൻ ടഫൻ ഗ്ലാസ് ആണ്. ഈ പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി നമ്മൾ ടഫന്റെ എപ്പോഴും സേഫ്റ്റി ആണ്. ഇതെങ്ങനെയാ ഇവിടെ നിങ്ങൾ ലോക്ക് ചെയ്ത് നിർത്തുന്നത്? ടോപ്പും ബോട്ടും അലൂമിനിയം ചാനൽ നമ്മൾ സെറ്റ് ചെയ്യും. അലൂമിനിയം ചാനൽസ് ആണ്. ആ ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്യുന്നത്, ഇറക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ ജോയിന്റ്സിൽ നമ്മൾ സിലിക്കോൺ അപ്ലൈ കൊടുക്കും. ഈ ഗ്ലാസിന്റെ ഇടയിലുള്ള നമുക്ക് കുറച്ചും കൂടി അത് ടൈറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട്. ഈ സിലിക്കോൺ അപ്ലൈ ചെയ്താൽ ഗ്ലാസിന്റെ ഈ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാലും അത് ഇല്ല, അത് ഹാൻഡിൽ ചെയ്തോളൂ. എന്ന് വെച്ചാൽ നമ്മൾ സിലിക്കോൺ സെറ്റ് ആവാനുള്ള അപ്ലൈ ചെയ്ത് സെറ്റ് ആവാനുള്ള ടൈം എടുക്കും. ആ ടൈമിനുള്ളിൽ അത് ഫിക്സ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ ഡോറാണ്, പുറത്തോട്ടുള്ള ഡോറാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡോറ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? നമ്മൾ ഡോറിന്റെ ഫിറ്റിംഗ്സ് ഹാൻഡിലും പിന്നെ ഹിഞ്ചസ് ആണ് നമ്മൾ ഈ ഡോറിന് യൂസ് ചെയ്തേക്കുന്നത്. ഓപ്പൺ ഡോറാണ്. അതുകൊണ്ട് നമ്മൾ എപ്കോടെ ഫിറ്റിംഗ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ഇതൊക്കെ എസ്എസിന്റെ ഹിഞ്ചസ് ഒക്കെ പിന്നെ നമ്മൾ ടഫൻ ഗ്ലാസ് തന്നെയാണ് ഈ ഡോറും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിത് ലോക്ക് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? ലോക്ക് ചെയ്തേക്കുന്നത് അടിയിലാണ്. ബോട്ടം പോർഷൻ ആണ്. അത് നോബ് തിരിക്കുക. നോബ് തിരിച്ചാൽ നമ്മൾ അകത്ത് അൺലോക്ക് ചെയ്യാം. പുറത്തുനിന്നാകുമ്പോൾ നമ്മൾ കീ പുറത്ത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അല്ലെ? ഇവിടെ നമുക്കാണെങ്കിൽ അകത്ത് നോബ് തിരിച്ചാൽ മതി അല്ലെ? ഓക്കെ. ഇതൊക്കെ 10 mm ടഫൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ വീട്ടിൽ പ്രയർ റൂം മുസ്ലിംസ് വീടാണ്. അപ്പോൾ അവരുടെ നിസ്കാരമുറി പ്രയർ റൂമായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ ആണിത്. അപ്പൊ ഇതെങ്ങനെയാ ഒന്ന് തുറന്ന് കാണിക്കാം? സ്ലൈഡിംഗ് ആണ് മോസ്റ്റ്ലി. ഇതിപ്പോ രണ്ട് സൈഡിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം. രണ്ട് സൈഡിൽ നമുക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് തുറക്കാൻ പറ്റും. രണ്ട് സൈഡിൽ കൂടെ നമുക്ക് കയറി ഇറങ്ങാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രയറിന് ഒരു ഡയറക്ഷൻ മസ്റ്റ് ആണ്, കിബ്ല എന്ന് പറയും. അപ്പോൾ അവര് ഒരു സൈഡിൽ ഇപ്പൊ ചില ഏരിയാസിലൊക്കെ കിബ്ലാസ് നമ്മുടെ ഡോറിന്റെ ഏരിയയിലേക്കായിരിക്കും. അപ്പൊ നമ്മൾ ഒരാൾ അവിടെ ഓൾറെഡി പ്രയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ ആൾക്ക് ഏത് ഡയറക്ഷനിലൂടെ വേണമെങ്കിലും കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ? ഇതിന്റെ സപ്പോർട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് മുകളിലാണോ? സപ്പോർട്ട് അതിന്റെ മെയിൻ സപ്പോർട്ട് തന്നെ മുകളിലാണ്. ഈ റെയിൽ വന്നേക്കണത് തന്നെ ഇവിടെയാണ്. ഇതിന്റെ പാത്ത് വന്നേക്കണത് തന്നെ ഇവിടെയാണ്. അപ്പൊ ബോട്ടം പോർഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാ അത് ഉണ്ടാവുക? ബോട്ടം പോർഷനിൽ സിമ്പിൾ ചെയ്ത് നമ്മളിവിടെ സെൻട്രൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതൊരു ട്രാക്ക് പോവാൻ വേണ്ടി ആ ഒരു മൂവ്മെന്റ് എടുക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നത്. മെയിൻ സപ്പോർട്ടൊക്കെ വരുന്നത് ടോപ്പ് പോർഷൻ ആണ് അല്ലേ? ഓക്കെ. ഇത് സാധാ ഗ്ലാസ്, നോർമൽ ഗ്ലാസ്. ഇതും ടഫൻഡ് ആണ്. കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഷേക്കിംഗ് വന്നാൽ നോർമൽ ഗ്ലാസ് ആണ് പൊട്ടിപ്പോ. ഇങ്ങനത്തെ ഒരു ഏരിയ കൊണ്ട് എപ്പോഴും നമ്മൾ സ്ലൈഡ് ചെയ്യണോണ്ട് നമുക്ക് ഇവിടെ ടഫൻ ഗ്ലാസുകൾ യൂസ് ചെയ്യണം. ഇതിന്റെ മുകളിൽ നിങ്ങൾ എച്ചിങ് കോട്ടിങ് കൊടുത്തിരിക്കും. അത് നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പാറ്റേൺസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുള്ള വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവര് പാറ്റേൺസ് കാണിച്ചു തരും. അല്ലെങ്കിൽ നമുക്ക് സജഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. ഇതൊക്കെ അലുമിനിയത്തിന്റെ തന്നെ ചാനലാ? അതൊക്കെ. ഓക്കെ. ഇനി വേറെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ മിറർ യൂണിറ്റ്, നമ്മുടെ വാഷ് ബേസിനും അതിന്റെ മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏകദേശം കറക്റ്റ് എന്ത് സൈസ് ഉണ്ടാവും ഈ ഒരു മിറർ ഗ്ലാസിന്? ഇതിനൊരു 5 feet ലെങ്ത്തും 3.5 വിഡ്ത്തും വരുന്നുണ്ട് ഈ ഒരു മിററിന്. ഈ മിററിന് അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അവിടെ വെച്ചിരിക്കുക അല്ലെ? അതിന്റെ ബാക്കിൽ ബാക്ക് ലൈറ്റ് നല്ല ഭംഗിയുണ്ട്. വലിയ സൈസിൽ ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാഴ്ചക്ക് നല്ല ഭംഗിയാണ്. ശരി, ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഇവിടെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നതും ഗ്ലാസ്സിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് അല്ലെ? ഗ്ലാസ് സ്റ്റെയർ കേസ് മേ ബി ഒന്നില്ലെങ്കിൽ ഈ റെയിൽ പുറത്ത് സൈഡിലായിരിക്കും, അതായത് സ്റ്റെയർ കേസിന്റെ ഔട്ട് സൈഡിലായിരിക്കും.
ചില കാര്യങ്ങളിൽ നമ്മൾ അകത്തുനിന്ന് കുടിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു സംഭവം, നമ്മൾ ഏത് വേണമെന്ന്? അത് കസ്റ്റമർ ചോയ്സ് ആണ്. കസ്റ്റമർ ചോയ്സ് ആണ്. കാരണം എപ്പോഴും ഭംഗി നോക്കിയാണ് ചിലർ അവർ പേഴ്സണൽ ഇഷ്ടം നോക്കിയാണ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് നമ്മൾ അങ്ങനെ പുറത്തുനിന്നായിട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് സ്റ്റഡ് എന്നാണ് പറയാം. സ്റ്റഡ് എന്ന് പറയും. മറ്റേതാണെങ്കിലോ സ്പൈ ഗോട്ട് എന്ന് പറയും. സ്പൈ ഗോട്ട്, അതായത് അകത്ത് സൈസിൽ വരുന്നതിനാണ് നമ്മൾ സ്പൈ ഗോട്ട് അല്ലേ. അത് നമുക്ക് ഇപ്പൊ വലിയ സൈസിലുള്ളതും ചെറിയ സൈസിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. സൈസിലുണ്ട്. അപ്പൊ ഏതൊക്കെ? 6, 4 അങ്ങനെ 4 ഇഞ്ചിൽ മുതൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇപ്പൊ കുറച്ച് സ്പേസ് കിട്ടും. മറ്റേ സ്പൈ ഗോട്ട് എന്ന് പറയുമ്പോൾ അകത്ത് വരുമ്പോ ആ സ്പേസ്. അതെ, അതായത് സ്റ്റെയർ കേസിന്റെ വീതിയെ, വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 3 feet ആണ് സാധാരണ നമ്മൾ സ്റ്റെയർ കേസിന് വീതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റഡ് കൊടുത്തിട്ട് ഔട്ട് സൈഡിലാണ് നമ്മൾ ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ പരമാവധി വിഡ്ത്ത് നമുക്ക് സ്റ്റെയർ കേസിൽ അവൈലബിൾ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൈ പിടിക്കുന്ന ഭാഗത്തെ ഈ ഒരു മെറ്റീരിയൽ ഇപ്പം ഇവിടെ ഇതിപ്പോ വുഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എന്തൊക്കെ ടൈപ്പിൽ നമുക്കിത് ഇങ്ങനെ ഈ ഒരു സാധനം സെറ്റ് ചെയ്യാൻ സാധിക്കും? ഇതിപ്പോ വുഡൻ ആണ്. നമുക്കിപ്പോ വേറെ GI പൈപ്പിലും ചെയ്യാം, പിന്നെ SS ഫിനിഷ് വേണമെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ കസ്റ്റമർ ഇഷ്ടപ്രകാരം സെറ്റ് ചെയ്തേക്കാണ്. നമ്മൾ ഇത് സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങളെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസും ഇതിന്റെ ഹാൻഡ് റെയിലിന്റെ മുകളിലെ ടോപ്പ് പോർഷനും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ ടഫൻ ചെയ്തിട്ടാണോ നിങ്ങൾ? 10mm ടഫൻ 10mm ടഫൻ ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? സ്റ്റെയറിൽ മോസ്റ്റ്ലി ടഫൻഡാ യൂസ് ചെയ്യണം. കാരണം എപ്പോഴും ഒരു വൈബ്രേഷൻ വന്നായോണ്ട് നോർമൽ ഗ്ലാസ് ഇട്ട പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടും നമ്മൾ ടഫൻഡാ യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഇതും ടഫൻ ഗ്ലാസ് തന്നെയാണ്. ടഫൻ ഗ്ലാസ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പൈ ഗോട്ട് അല്ലേ? ഇത് 4 ഇഞ്ച് വരുന്ന ലെങ്ത് വരുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ തന്നെ 6 ഇഞ്ചും 8 ഇഞ്ചും ഒക്കെ നമുക്ക് അവൈലബിൾ. ശരി. ഇത് നമ്മളെ ഇപ്പം ബാൽക്കണിയിലൊക്കെ ചില ആളുകൾക്ക് ടെറസിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കും. മുമ്പിൽ ടെറസ് ഉണ്ടാവും. അപ്പൊ ആ ടെറസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ഇതിൽ ഡോറുകൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ ഭാഗത്ത് ഈ ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിലൊക്കെ ഈ ഡോർ കൊടുത്തിരിക്കുക അല്ലെ? ഇതും ആ ഡോറിന്റെ ഹിഞ്ചസ് അങ്ങനെ SS ഹിഞ്ചസ് കൊടുത്തിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? അതെ, ഇത് സെയിൻ ഗോബിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ 10mm തിക്നെസ് ടഫൻ ഗ്ലാസ് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഈ സൈഡിൽ ഇപ്പൊ ഇവിടെ ലോക്ക് ഇല്ല, നമുക്ക് ലോക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ലോക്ക് വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലായിട്ടോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓഹോ, അത് ശരി. അപ്പൊ ഇത് ഡോറ് കൊടുക്കുന്നത് നമുക്കൊരു ഇഷ്യൂ അല്ല. ഇപ്പൊ ഡോർസ് ആണെങ്കിലും ശരി, ഇതേപോലെയുള്ള ജസ്റ്റ് നമ്മുടെ ബാൽക്കണിയിലൊക്കെ കൊടുക്കുന്ന ഗ്ലാസസ് ആണെങ്കിലും ശരി, നമ്മളെല്ലാം ടഫൻഡ് യൂസ് ചെയ്യാം. കാരണം സേഫ്റ്റിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടും. നമ്മളിപ്പോ നോർമൽ നമ്മൾ വിൻഡോയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ അത് സാധാരണ ഗ്ലാസസ്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ലിവിംഗ് റൂം കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ കോർട്ട്യാർഡ് വരുന്നുണ്ട് ഇന്റീരിയറിൽ തന്നെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പർഗോള, അത് വെർട്ടിക്കലായിട്ടും അതിന്റെ റൂഫിലും പർഗോള കൊടുത്തിരിക്കുന്നു, ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്ത് ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നത്? 10mm തിക്നെസ്സിലുള്ള ടഫൻ ഗ്ലാസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടഫൻ ഗ്ലാസ്. അപ്പൊ ഇത്രയും ലെങ്ത്തിൽ ഗ്ലാസസ് എങ്ങനെയാ നിങ്ങൾ അവിടെ ഫിക്സ് ചെയ്യുന്നത്? അതിന് നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ ഹെൽപ്പ് കൊണ്ടായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത്. പിന്നെ അതുമല്ല നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്ന ചാനൽ യൂസ് ചെയ്തിട്ടാണ്. ഈ വുഡൻ ഷെയ്ഡിൽ കാണുന്നത് കോട്ടിങ് ചെയ്തേക്കുന്ന ചാനലാണ്. അലുമിനിയം ചാനലാണ്. ആ ചാനലിലാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് ആ ചാനലിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. മെയിൽ ആൻഡ് ഫീമെയിൽ ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ ആദ്യം ആ ലോക്ക് വെച്ചിട്ട് ഗ്ലാസ് ഇതിലേക്ക് വെക്കും. അതിനുശേഷം ഇപ്പുറത്ത് നമ്മൾ അലൂമിനിയം ചാനൽ. അതിന്റെ ബോട്ടം പോർഷനിലെ മുകളിൽ നമ്മൾ ചാനൽ ഫിക്സ് ചെയ്തിരിക്കും. ബോട്ടത്തിൽ നമ്മൾ ചാനൽ കാണുന്നില്ലല്ലോ, അവിടെ ചാനലുണ്ടോ? അവിടെ ചാനൽ അടിയിലേക്ക് കൺസീൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ഓഹോ, അത് നമ്മൾ ലോക്കായിട്ട് നിന്നോളും. പിന്നെ ചെറിയ രീതിയിൽ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഗ്ലാസ് ഉണ്ട്? നമുക്ക് കേരളം ഫുള്ള് സെറ്റ് ചെയ്യാൻ സർവീസ് ചെയ്യാനുണ്ട്. എല്ലാ സ്ഥലത്തും ഫൈസ് തന്നെയാണോ? ഇല്ല, നമ്മുടെ ടീമിൽ തന്നെ ഉണ്ട്. നമ്മുടെ സൂപ്പർവൈസർ സമ്മത് എന്ന് പറഞ്ഞ പുള്ളിയാണ് സൂപ്പർവൈസർ. നമ്മുടെ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യണം. പുള്ളിയാണ് സൈറ്റിലൊക്കെ മെയിൻ ആയിട്ട് വിസിറ്റ് ചെയ്യണത്. നമ്മുടെ എത്ര വർഷമായി ഈ ഫീൽഡില്? ഞാനിപ്പോ 8 വർഷത്തിന് മുകളിൽ ഈ ഫീൽഡിലുണ്ട്. അപ്പോ പുള്ളിയുടെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവാറ്. എല്ലാത്തിനും കട്ട സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ഓക്കെ, താങ്ക് യു. ഫായിസിന്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എറണാകുളത്ത് കളമശ്ശേരിയാണ് ഫായിസിന്റെ ഓഫീസ് വരുന്നത്. ഫായിസ്, നമ്മൾ ഗ്ലാസ് വർക്കിന്റെ കാര്യത്തിൽ സർവീസ് മാത്രമാണോ അല്ലെങ്കിൽ മെറ്റീരിയൽസും ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ? നമ്മൾ മെറ്റീരിയൽസും സപ്ലൈ ഉണ്ട്. എന്ന് വെച്ചാൽ ഗ്ലാസ് ഇപ്പോൾ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത്
കറക്റ്റ് സൈസിലാക്കി നമ്മ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഗ്ലാസസ് ഇവിടുന്ന് കിട്ടും? നമുക്കെല്ലാം ഇപ്പോൾ പ്ലെയിൻ ഗ്ലാസ് ആയാലും ലാക്വർ ഗ്ലാസ് ആയാലും കളർ ഗ്ലാസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫ്ലൂട്ട് ഗ്ലാസ് അങ്ങനെ എല്ലാ രീതിയിലുള്ള ഗ്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. പല തിക്നെസ്സിൽ ഇപ്പോൾ 1 to 10, 15 തിക്നെസ്സിലൊക്കെ നമുക്ക് എല്ലാ ഗ്ലാസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഒന്ന് കറക്റ്റ് സ്ഥലം എന്ന് പറയാൻ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് കളമശ്ശേരി HMT സീപോർട്ട് എയർപോർട്ട് ഗ്ലാസ് വേൾഡ്. അപ്പോൾ നമ്മളെ ഈ ഒരു വർക്കിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ കൊടുക്കുന്ന പറഞ്ഞു, സർവീസ് കൊടുക്കുന്ന പറഞ്ഞു, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇതിന്റെ ഒരു പ്രൈസിങ്. തീർച്ചയായും നമുക്ക് എങ്ങനെയാ ഇതിന്റെ ഒക്കെ ഒരു പ്രൈസിങ് പറയാൻ പറ്റുക? മെറ്റീരിയലിന്റെ പ്രൈസിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗ്ലാസിന്റെ റേറ്റ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹാർഡ്വെയറിന്റെ റേറ്റ് ആയാലും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ വർക്കിന്റെ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കണ ആ എഫേർട്ട് ആണെന്ന് വെച്ചാൽ വർക്ക് ചില സൈറ്റ് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. തീർച്ചയായും. അതുപോലെ ചിലപ്പോൾ ലേബേഴ്സിന്റെ എണ്ണം 4 പേരാണെങ്കിൽ അവിടെ ചില സ്ഥലത്ത് 6 പേര് കണ്ടിരും. അങ്ങനത്തെ ഒരു വേരിയേഷൻ വരും. അപ്പൊ അതനുസരിച്ചാണ് നമ്മ ലേബേഴ്സിന്റെ വർക്ക് ചാർജ് അതനുസരിച്ചാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കൊരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിന്റെ ഒരു പ്രൈസിങ് വരുന്നത്? ഇപ്പൊ അങ്ങനെ ഒരു ഏകദേശം ധാരണ കിട്ടാനായിട്ട് നമുക്ക് ഇപ്പൊ 10mm ഗ്ലാസിനൊക്കെ ആണെങ്കിൽ 135 rupees നമുക്ക് കൊടുക്കാൻ പറ്റും നോർമൽ ഗ്ലാസിന്. അത് ടഫന്റെ ആവുമ്പോ 195, കാരണം 195 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വരും. കാരണം ആ ഗ്ലാസിന്റെ ഡിഫറൻസിൽ തന്നെ ടഫന്റെ ടഫൻ ഗ്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൈസാണ് വരുന്നത് അല്ലേ? അതാണ് ടഫൻ ഗ്ലാസിന്റെ റേറ്റ് വ്യത്യാസം വരും സാധാരണ നോർമലി. ബാക്കിയെല്ലാം അതിന്റെ ഒരു ഫിക്സിങ് വരുന്ന സമയത്ത് ഇത് നോക്കണം തോന്നുന്നു. കാരണം ടഫൻഡിലാവുമ്പോ അതിന്റെ എഫേർട്ടും ആ ഗ്ലാസിന്റെ ആ മെക്കാനിസം തന്നെ വേറെ അപ്പൊ തന്നെ ആ ഒരു പ്രൈസ് ചേഞ്ചിങ്ങിനാണ് ടഫൻഡിന്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും വർക്ക് കൊടുക്കും. കേരളത്തിൽ നമ്മ ഓൾ കേരളം മൊത്തം നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ കൂടാതെ നമ്മളിപ്പോ ഗോവയിൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ. അതുപോലെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് ട്രിവാൻഡ്രം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് സൈറ്റ് എന്നൊക്കെ പറയുമ്പോ ചെറിയ ഒരു വർക്കൊക്കെയാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങളിപ്പോ എറണാകുളത്ത് നിന്ന് അവിടെ വരുമ്പോ ഒരു ചെറിയ വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണ്. കാരണം മെഷർമെന്റ് എടുക്കാനായിട്ട് ഒരു പ്രാവശ്യം അറേഞ്ച് ചെയ്യണം. അതുപോലെ വർക്കിനായിട്ട് പിന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നല്ലൊരു സൈറ്റ്, അത്യാവശ്യം വർക്കുള്ള സൈറ്റാണ്. നമ്മൾ എന്തായാലും കൊട്ടേഷൻ കൊടുക്കാൻ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യും. ഫസ്റ്റ് കണ്ട് നമ്മൾ അതൊക്കെ മെഷർമെന്റ് ഒക്കെ എടുത്ത് കൊട്ടേഷൻ ഒക്കെ അയച്ച് അതിന്റെ രീതിയിൽ നമുക്ക് ലാസ്റ്റ് ഇൻസ്റ്റാളേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല പാക്കേജ് തന്നെ കസ്റ്റമേഴ്സിന് കിട്ടും. കിട്ടും, തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും നല്ലൊരു സർവീസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഫൈസിന്റെ സ്ഥാപനത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. നിങ്ങൾ വലിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ഇതേപോലെയുള്ള ടഫൻ ഗ്ലാസിൻ്റെയും ലാക്കോഡ് ഗ്ലാസിൻ്റെയും ഒക്കെ വർക്കുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈസിനെ ഒന്ന് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഫൈസിൻ്റെ സ്ഥാപനത്തിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഫൈസ്, താങ്ക് യു, ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്തതിന്. ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ